നമസ്കാരം. റീഡിംഗ് തുടങ്ങുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ബാധകമാവണം എന്നില്ല. നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം പോസിറ്റീവായി എടുക്കുക, ബാക്കിയുള്ളവ വിട്ടുകളയുക. ഇവിടെ 6 കാർഡിൻ്റെ ഒരു സ്പ്രെഡാണ് എടുക്കുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രിയപ്പെട്ട വ്യക്തിയെ ഓർക്കുക. അവരുടെ പേര് 3 പ്രാവശ്യം മനസ്സിൽ പറയുക. നമുക്ക് ബോട്ടം കിട്ടിയിരിക്കുന്നത് 6 ഓഫ് സോർഡ്സ് ആണ്. ഡെത്ത്, എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ദ ഹാങ്ഡ് മാൻ, 7 ഓഫ് പെൻറ്റക്കിൾസ്, the world, 10 of wands. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇനി വിശദമായ റീഡിങ്ങിലോട്ട് പോകാം. നമുക്ക് ഇവിടെ ആദ്യം കിട്ടിയ കാർഡ് ഡെത്ത് കാർഡാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിരുന്ന പഴയ ചില അവസ്ഥകൾ, അകൽച്ചകൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ പൂർണ്ണമായി അവസാനിക്കുകയാണ് എന്നാണ്. ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിലാണ് നിങ്ങളുടെ വ്യക്തി നിൽക്കുന്നത്. അവരുടെ മനസ്സിലുണ്ടായിരുന്ന പഴയ നെഗറ്റീവ് ചിന്തകളും സംശയങ്ങളും ഇല്ലാതാകുന്ന ഘട്ടമാണിത്. പഴയ രീതി മാറി ബന്ധത്തിൽ അതിനേക്കാൾ വ്യക്തതയും ആഴവുമുള്ള പുതിയൊരു തുടക്കം ഉണ്ടാകും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കൂടുതൽ പക്വതയോടെ അവർ നിങ്ങളെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നുണ്ട്. ഈ ബന്ധം നിലനിൽക്കണമെങ്കിൽ സ്വന്തം ചിന്തകളിൽ വലിയൊരു മാറ്റം വരുത്തണമെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിനാൽ തന്നെ മുൻപ് അവർ എടുക്കാതിരുന്ന അല്ലെങ്കിൽ വൈകിപ്പിച്ചിരുന്ന നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ അവർ നിർബന്ധിതരാകുന്നു. പഴയ കാഴ്ചപ്പാടിൽ കുടുങ്ങിക്കിടന്ന അവർ ആ പഴയ ചിന്താഗതി പൂർണ്ണമായി അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. കാര്യങ്ങൾ ഇനി പഴയതുപോലെ തുടരില്ല. അവർ പുതിയൊരു മനസ്സോടെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നു എന്ന ശക്തമായ മെസ്സേജ് ഈ കാർഡ് നൽകുന്നുണ്ട്. ഈ റീഡിങ്ങിൽ 8 ഓഫ് പെൻറ്റക്കിൾസും 7 ഓഫ് പെൻറ്റക്കിൾസ് കാർഡുകളും ഒന്നിച്ചു വന്നിട്ടുണ്ട്. അത് ആ വ്യക്തിയുടെ ക്ഷമയെയും അധ്വാനത്തെയുമാണ് വ്യക്തമാക്കുന്നത്. നിങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനോ അതിനുവേണ്ടി സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനോ അവർ ഉള്ളുകൊണ്ട് കഠിനമായി ശ്രമിക്കുന്നുണ്ട്. വെറുതെ സംസാരിക്കുന്നതിന് പകരം പ്രവൃത്തിയിലൂടെ കാര്യങ്ങൾ തെളിയിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബന്ധത്തിന് ഒരു ഭാവിയുണ്ടോ എന്നവർ സ്വയം വിലയിരുത്തുന്ന സമയമാണിത്. ധൃതി പിടിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിന് പകരം ശരിയായ സമയമാകുന്നത് വരെ കാത്തിരിക്കാൻ അവർ തയ്യാറാണ്. ഈ 2 കാർഡുകൾ ഒന്നിച്ചു തരുന്ന മെസ്സേജ് അവർ വെറുതെ ഇരിക്കുകയല്ല, ബന്ധത്തിനായി പരിശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഫലം എപ്പോൾ ലഭിക്കുമെന്ന ക്ഷമയോടെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ റീഡിങ്ങിൽ ദ ഹാങ്ഡ് മാൻ പറയുന്നത് ഇത്രയും നാൾ കാര്യങ്ങളെ കണ്ടിരുന്ന രീതിയിൽ നിന്ന് മാറി കാര്യങ്ങളെ മറ്റൊരു കോണിലൂടെ കാണാൻ അവർ തുടങ്ങിയെന്നാണ്. നിങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ ഈ ബന്ധത്തെക്കുറിച്ചോ അവർക്കുണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറി കാര്യങ്ങൾ കൂടുതൽ വ്യക്തതയോടെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ടിപ്പോൾ. സ്വന്തം വാശികളോ ഈഗോയോ പിടിച്ചു നിന്നവർ അവർ ഇനി അത് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് തിരിച്ചറിയുന്നുണ്ട്. ബന്ധത്തിൻ്റെ നന്മയ്ക്കായി കാര്യങ്ങൾ വിട്ടുകൊടുക്കാനും സാഹചര്യങ്ങളെ ഉള്ളതുപോലെ അംഗീകരിക്കാനും അവർ തയ്യാറെടുക്കുന്നുണ്ട്. ഈ റീഡിങ്ങിൽ ദ വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അത് ഏറ്റവും പോസിറ്റീവായൊരു കാർഡാണ്. നീണ്ട കാത്തിരിപ്പിനും ചിന്തകൾക്കും തടസ്സങ്ങൾക്കും ഒടുവിൽ കാര്യങ്ങൾ ഒരു പൂർണ്ണതയിലെത്തുകയാണ് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ബന്ധത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന അപൂർണത മാറി പങ്കാളിക്ക് നിങ്ങളോടൊപ്പം ഉള്ളപ്പോൾ ഒരു പൂർണ്ണത അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ ദ വേൾഡ് കാർഡ് ഒരു പഴയ ഘട്ടത്തിൻ്റെ വിജയകരമായ അന്ത്യത്തെയും കൂടുതൽ മനോഹരമായ ഒരു പുതിയ അധ്യായത്തിൻ്റെ തുടക്കത്തെയുമാണ് കാണിക്കുന്നത്. പഴയ പ്രശ്നങ്ങളെല്ലാം മറന്ന് ഒരു പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാൻ അവർ തീരുമാനിക്കുന്നു എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. നിങ്ങളെക്കുറിച്ച് അവർ എടുക്കുന്ന തീരുമാനം എന്ത് എന്നുള്ള ചോദ്യത്തിന് അന്തിമ ഉത്തരമാണിത്. നിങ്ങളെ സ്വന്തമാക്കാനും ഈ ബന്ധത്തെ അടുത്ത ലെവലിലേക്ക് എത്തിക്കാനും അവർ പൂർണ്ണമായി ഉറപ്പിച്ചു കഴിഞ്ഞു. അവരുടെ തീരുമാനം നിങ്ങളിലേക്ക് തന്നെയാണ്. അപൂർണമായി നിന്ന എല്ലാ കാര്യങ്ങളിലും പൂർണ്ണതയിലേക്ക് എത്തുകയും ഒരു പുതിയ മനോഹരമായ ലോകം നിങ്ങളോടൊപ്പം കെട്ടിപ്പടുക്കുകയും
കൊടുക്കാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നാണ് കാർഡുകൾ വഴി പ്രപഞ്ചം നൽകുന്ന ഗൈഡൻസ്. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പ്രപഞ്ചത്തിനും നിങ്ങൾക്കും നന്ദി. നമസ്കാരം.